ചിലപ്പോൾ 1000 രൂപ ഒരു ആവശ്യം വരും. എന്തിനാടാ? സ്കൂളിൽ നിന്ന് ടൂർ പറഞ്ഞിട്ടുണ്ട്. സമയം സ്ഥലം ഡേറ്റ് ഇതുവരെ ഫിക്സ് ആയില്ല. നിന്നോട് ആര് പറഞ്ഞത് ആഗ്രഹിക്കാൻ? കേന്നല്ല, പോണ്ട. എന്തോ 12th ടൂറ് പോകണ്ടേ? പോണ്ട. എൻ്റെ അടുത്ത് 10ാം ക്ലാസ്സിൽ എന്ത് പറഞ്ഞത്? 12th അല്ലേ, അന്ന് നിന്നെ എന്തായാലും വിടും. അതുകൊണ്ടല്ലേ എന്നെ അപ്പം വിടാത്തത്. നിനക്ക് ഫീസ് അടച്ചിട്ടില്ല എന്നുള്ള കാര്യം അറിയാമോ? ഇത് 1000 രൂപയേ ഉള്ളൂ. ഫീസ് അത്രയാണോ ഉള്ളത്? എന്താണെങ്കിലും ആ പൈസ ഉണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം കാണാം. നിന്റെ ഡാഡിക്ക് പണ്ട് മരുന്നിന്റെ പരിപാടിയെങ്കിലും ഉണ്ടായി, ഇപ്പൊ അതും കാണുന്നില്ല. അമ്മ അതുപോലെയാണോ അമ്മ ടൂർ? പൈസ വരും പോവും. ടൂർ ഈ 12ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുമോ? എന്താ സ്ഥലം അവിടെ ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ നിന്റെ കാലുകൊണ്ട് ഒടിഞ്ഞു പോവോ? എന്റെ സ്കൂൾ ജീവിതം തീരാൻ പോവില്ലേ ഈ വർഷം കൊണ്ട്? കളിക്കല്ലേ. അടുത്ത വർഷം അമ്മയും ഡാഡിയും കൂടി കൊണ്ടുപോകാം. അമ്മ നിങ്ങളുടെ കൂടെ പോകുമ്പോഴാണ് ഫ്രണ്ട്സിന്റെ കൂടെ പോകുന്ന രണ്ട് വൈബാണ്. എന്ത്? ഇപ്പോഴത്തെ പിള്ളേരുടെയാണ് വൈബ്. നീയല്ലേ പറയണത് അമ്മയും അച്ഛനും ഫ്രണ്ട്സിനെ പോലെ ആയിരിക്കണോന്ന്? അന്നേരം ഞങ്ങളെ ഫ്രണ്ടായിട്ട് അങ്ങ് കണ്ടാൽ മതി. എന്റെ പൊന്നു മുത്തേ, നീയൊക്കെ ഞങ്ങളെയൊക്കെ കണ്ടുപഠിക്കണം. ഞങ്ങളുടെയൊക്കെ കുഞ്ഞിലെ എന്റെ അച്ഛനും അമ്മയാണ് ഇങ്ങനെ പറയണെങ്കിലല്ലേ പിന്നെ കമാന്നൊരു അക്ഷരം ഞാൻ മിണ്ടൂല, അതറിയാമോ? ഒരു അക്ഷരമുള്ള 2 അക്ഷരമില്ലേ കമാന്ന്? ചുണ്ടി ഞാൻ ചെത്തി എടുക്കും കേട്ടോ. ഓരോ ഡയലോഗുകളുണ്ട്. തന്നെയല്ല മുത്തേ, നീ പോയാ പിന്നെ എനിക്കൊരു സമാധാനം ഉണ്ടാവൂല ഇവിടെ ഇരുന്ന. ഓരോ രാവ് ഒരു രാത്രി. വേണ്ട, 24 മണിക്കൂർ എന്നെ കാണാതെ അമ്മയ്ക്ക് ഇരിക്കാൻ പറ്റൂലേ? അതല്ല, കൊച്ചിനെ നോക്കി ഇവിടെ ആള് കാണൂലല്ലോ ഒരു ദിവസം. കൊച്ചിനെ നോക്കാൻ, തൂക്കാൻ, തുടയ്ക്കാൻ വേലക്കാര് കാണൂല. സ്കൂളിൽ പോകുമ്പോ നിന്റെ ബാഗിലിട്ട് ഞാൻ കൊച്ചിനെ തന്നു വിടുക, അവിടെ ഇരുന്ന് നോക്കാം. അപ്പൊ വൈകിട്ട് വരുമ്പോഴോ ഫുൾ ജോലിയല്ലേ? വിടുമോ? പൈസ കിട്ടുവാണെങ്കിൽ വിടാം. അത് മതി. ആ ഒരു വാക്കിന് ഈ അമ്മേരെ വായിന്ന് കേട്ടാ മതി. ഇനിയൊന്നും പറയണ്ട. അപ്പൊ ഞാൻ പേര് കൊടുക്കുവാണേ. ആദ്യം ഫീസ് അടയ്ക്കട്ടെ, അതിന്റെ കാര്യം നോക്കിയിട്ട്. ഫീസ് പതുക്കെ അടയ്ക്കാം. കൂടിപ്പോയോ ഒന്ന് എണീച്ച് നിർത്തും. സ്ഥിരമുള്ളതല്ലേ. പക്ഷെ അടയ്ക്കണം കേട്ടോ. ഇപ്രാവശ്യമൊക്കെ വിളിച്ചായിരുന്നു, പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നീ എവിടെ പോണത്? നീ സ്കൂളിൽ തന്നെയാണോ പോണത്? മുടിയിട്ടൊക്കെ അതിന്റെ ഇടയിൽ കൂടി ഒരെണ്ണം. അമ്മ എനിക്ക് നെറ്റി കൂടുതലായോണ്ട് ഇതിട്ടില്ലെങ്കിൽ ഒരുമാതിരി ഇരിക്കും. നെറ്റി നിന്റെ അമ്മയുടെ ബുദ്ധിയാണ് നിനക്ക് കിട്ടിയേക്കുന്നത്, അതുകൊണ്ട് നെറ്റി വലുതായിരിക്കും. ബുദ്ധിയുള്ളവർക്ക് നെറ്റി വലുതായിരിക്കും. ഭയങ്കര ബുദ്ധി തന്നെ. കെട്ടുന്നില്ല, മുടിയൊക്കെ അങ്ങ് വെട്ടിക്കളയണം. പക്ഷെ അങ്ങനെ സമ്മതിക്കുന്നുണ്ടോ? തല അങ്ങ് വെട്ടിക്കളാം. ചോറായോ? ചോറുണ്ടോ? ചോറമ്മ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. വേണ്ട എടുക്കുന്നത്. വേഗം മുടി കെട്ടി പോവാൻ നോക്ക് മുത്തേ. ഇന്ന് വൈകും, നീ നോക്കിക്കോ. കുഴപ്പമില്ല, എക്സ്ട്രാ ക്ലാസ്സിന് കുഴപ്പമില്ലേ? ഫീസ് തന്ന് പഠിക്കണത് കുഴപ്പമില്ല നോക്ക്. ഇച്ചിരി വൈകിയാലും വെള്ളം കൊണ്ടുപോണത് മുഴുവനും കുടിച്ചില്ലെങ്കിലായിരിക്കും നിന്നെ ഞാൻ ശരിയാക്കും. കുടിക്കാൻ എന്നോ അതെ, വെള്ളം കൊണ്ടുപോകണം അതുപോലെ ഇങ്ങോട്ട് തിരിച്ചോണ്ട് വരും. അവന്റെ അടുത്ത് പറയണേ. തക്കുടു.